ഡിയർ കരിയർ കൗൺസിലേഴ്സ് ക്ലബ് മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം, ശുഭദിനം. നമ്മുടെ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് നമ്മളിങ്ങനെ ഒത്തുകൂടുന്നതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇന്ന് ഈ ദിവസം ഈ വെള്ളിയാഴ്ച നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ വെള്ളിയാഴ്ചകളിലും സംഭവിച്ച പോലെ തന്നെ നമുക്ക് ഇന്നും വളരെ നല്ല ഒരു ഗസ്റ്റിന്, വളരെ നോളജബിൾ ആയിട്ടുള്ള, എന്നാൽ നമ്മുടെ എന്ത് ആവശ്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തിന്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളെ പോലെ തന്നെ ഒന്ന് രണ്ട് പേരിൽ പോലെ തന്നെ ഇദ്ദേഹവും നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ തുടക്കത്തിന് സാക്ഷിയായ അല്ലെങ്കിൽ നിമിത്തമായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെയും കൂടി ഒരു ആശയത്തിന്റെ പുറത്താണ് നമ്മൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. അതാണ് ഇപ്പൊ ഇത്രയും വലിയ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ വൻ വൃക്ഷമായിട്ട് വളർന്ന് നിൽക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹം ഒരു പ്രത്യേക തരം കോളേജിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. സാറ് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സ്ഥാപനം വേറെ ഇല്ല. കാരണം ഈ ജെംസ് ആൻഡ് ജ്വല്ലറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ജ്വല്ലറി നിർമ്മാണം, ജ്വല്ലറി ഡിസൈനിങ്, ജെമോളജി മുതലായിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അങ്ങനെ ഒരു സ്ഥാപനം ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ റയർ ആയിട്ടേ ഉള്ളൂ. ആ ഒരു സ്ഥാപനം ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്, കേരളത്തില്. ആ കോളേജിന്റെ പ്രിൻസിപ്പളാണ് ഇദ്ദേഹം. മാത്രമല്ല, അതിനൊക്കെ അപ്പുറം ഇദ്ദേഹം ക്രിയ ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സ്ഥാപനത്തിന്റെ കൺസൾട്ടിങ് ഹെഡ് കൂടിയാണ്, ബിസിനസ് കൺസൾട്ടിങ് ഹെഡാണ്. അതിനെല്ലാം പുറമെ എൻ്റെ ഒരു നല്ല ചിരകാല സുഹൃത്താണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലും പോയിക്കൊണ്ടിരിക്കുന്ന നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഓടിയെത്തുന്ന വ്യക്തികളിൽ ഒരാള്. അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും എന്റെ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ സദയ് കുമാർ സാറിന്റെ മകനാണ്. അപ്പൊ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ഗസ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ ദിനേശ് കെ സദയ് കുമാർ സർ. അപ്പോ അദ്ദേഹത്തിന് വളരെയധികം അഭിമാനത്തോടും കൂടിയിട്ട് നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ദിനേശ് സർ. താങ്ക് യു വെരി മച്ച് നജ്മുൻ സർ. ഇൻഫാക്ട് കുറച്ച് ഓവർവെൽംഡ് ആണ് അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ. ബട്ട് എനിവേസ്, താങ്ക് യു ഫോർ ദി ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ഫോറം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫോർ എവ്രിബഡി ദാറ്റ് നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗമായില്ല. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ഇനി സെഷനെ കുറിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം മുന്നേ, എനിക്ക് തോന്നുന്ന മെമ്പേഴ്സ് കുറവാണ്. മേ ബി ജോയിൻ ചെയ്യണേ ഉണ്ടാവുള്ളൂ. മേ ബി ഒരു ക്രിസ്മസിന്റെ ഫീവറും ഉണ്ടാവും. മേ ബി നെക്സ്റ്റ് ലോങ് വീക്കെൻഡും കൂടിയല്ലേ വരുന്നത്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ജോയിൻ ചെയ്യണ ലൈക്ക് ബിഫോർ ഐ സ്റ്റാർട്ട് ദി സെഷൻ, ബേസിക്കലി ഇന്നത്തെ സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കിൽ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ വ്യൂസ് ഉണ്ടാവും. എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളൊരു കാര്യം അറിയണം. എനിക്ക് തോന്നുന്നില്ല ഇപ്പോ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി മാറ്റി ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസിയർ ഫോർ മീ. അപ്പോ സതീഷ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? സാറിന്റെ ധാരണയിൽ സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു കാര്യം ഒന്ന് പറയാവോ? ഹലോ. യെസ് സർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സർ. ഞാൻ ഔട്ട്സൈഡിലാണ്. ഞാൻ ഔട്ട്സൈഡിൽ നിൽക്കുകയാണ് വീട്ടിലല്ല ഞാൻ. അപ്പം എന്റെ നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യൂ കാണുമെന്ന് തോന്നുന്നു. കേൾക്കാം സർ, കേൾക്കാം. വോയിസ് ക്ലിയർ തന്നെയാണ്. ആണോ? സ്കിൽ എഡ്യൂക്കേഷൻ ഞങ്ങൾ ബേസിക്കലി ഈ കോഴ്സിന് ചേർന്നത് എഡ്യൂക്കേഷണൽ കരിയർ കൗൺസിലർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. കരിയർ കൗൺസിൽ അനലിസ്റ്റ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കിൽ എഡ്യൂക്കേഷൻ ആണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു സ്കോപ്പ് കുട്ടികൾക്ക് അല്ലെങ്കിൽ വരുന്ന കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ബേസിക് ചുമതല. നമ്മൾ കൺസൾട്ടന്റിലേക്ക്. ഞാൻ ഇതിനകത്ത് ഒരു ബിഗിനറാണ് സാർ. എനിക്ക് അത്രമാത്രം ആ ഒരു ഡൊമൈൻ നോളജ് ഒന്നും ഇല്ല. ജസ്റ്റ് നമ്മുടെ സാർ പറഞ്ഞ മാതിരി ജസ്റ്റ് ഇങ്ങനെ കാല് വെക്കുന്ന വരുന്നതാണ്. നിങ്ങളെ പോലുള്ള എക്സ്പെർട്സിന്റെ ഇങ്ങനെ വ്യൂസും. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. അതെ 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 അതെ. കാരണം ജസ്റ്റ് നജ്മുൻ സാറ് പറഞ്ഞ മാതിരി സാറിന്റെ ആ ഒരു
ഇൻസ്പിറേഷനിലാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് കൂടുതലും കരിയർ കൗൺസിലർ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെയാണ് ഹൗ വി അപ്രോച്ച് ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് അതിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾക്കിടെ നമ്മുടെ ഡൊമൈൻ നോളജ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തെല്ലാം ഫീൽഡാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ സാറിനെ പോലുള്ള ആൾക്കാരുടെ ബെസ്റ്റ് ഗൈഡൻസ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾക്കൊരു ട്യൂൺഡ് ആവുക എന്നുള്ളതാണ് ശരിക്കും. എന്നിട്ട് ഞങ്ങളെ ഒന്ന് വെച്ചൊന്ന് കൊണ്ടുവരിക ആ ഫീൽഡിലേക്ക്. അങ്ങനെ കൊണ്ടുവരുന്ന അങ്ങനെയുള്ള സാറിനെ പോലുള്ള എക്സ്പെർട്സിന്റെ എന്താ പറയുന്നത്, അവരുടെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് അപ്രോച്ച് എങ്ങനെയാണ്, ബെസ്റ്റ് അപ്രോച്ച് നമ്മൾ എങ്ങനെ കാണണം, എങ്ങനെയാണ് കുട്ടികളെ കൺവിൻസ് ചെയ്യേണ്ടത്, അങ്ങനെ ഈ കുട്ടികളുടെ എങ്ങനെ അനലൈസ് ചെയ്തിട്ട് അവരെ ഒരു ബെസ്റ്റ് കരിയർ പാത്തിലേക്ക്, ഇത് സ്കിൽ ഡെവലപ്മെന്റും അതിനകത്തൊരു ഭാഗമാണ്, അവരെങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സാറിന്, ഇത് ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ്. അപ്പൊ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെയുള്ള എക്സ്പെർട്സിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതിനുശേഷം എനിക്ക് ഇതിനെപ്പറ്റി വെദർ ഐ ക്യാൻ സ്പീക്ക് ഓൺ ദിസ് ഫീൽഡ് ഓർ ഐ ക്യാൻ ചേഞ്ച് ടു സം അതർ. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിഗിനറിന്റെ കേസിൽ എനിക്ക് അത്രമാത്രം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ആഫ്റ്റർ 25 okay sir, I totally understand, no problem. Like നമുക്ക് അനുഷ മാഡത്തിന്റെ വ്യൂവും കൂടി കേട്ടിട്ട് ഞാൻ സെഷനിലേക്ക് പോവാം. അനുഷ മാഡം ഉണ്ടോ അവിടെ? ഇവിടെ ഉണ്ട്. ഓക്കെ മാഡം, സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ മാഡത്തിന്റെ മനസ്സിൽ ഫസ്റ്റ് പാഞ്ഞെത്തുന്നത് എന്താണ്? സ്കിൽ എന്ന് പറയുമ്പോ എനിക്ക് ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് മനസ്സിൽ വരുന്നത്, അസാപ്പ്, പിന്നെ കൗശൽ കേന്ദ്ര. അപ്പൊ ഞാൻ അതിനെ പറ്റിയൊക്കെ ചിന്തിപ്പിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പം കുട്ടികളെന്ന് പറയുമ്പോ അവർക്ക് തന്നെ അവരുടെ സ്കില്ല് ഇപ്പൊ അറിയാവോന്ന് ഡൗട്ടാണ്. അതായത് സ്കില്ല് എന്താന്ന് ചോദിക്കുമ്പം കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് അറിയില്ല എന്താണ് അവരുടെ സ്കില്ല്. ഇപ്പൊ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ അതുപോലും കുട്ടികൾ പബ്ലിക്കായിട്ട് പറയാൻ മടിക്കുന്നു. അപ്പം അപ്പൊ അതൊക്കെ അവരെ സ്കില്ല് കണ്ടുപിടിക്കുന്ന എങ്ങനാ, അത് നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഡൗട്ടുകൾ എനിക്കും ഉണ്ട്. അപ്പം ഓക്കെ, നജ്മുദ്ദീൻ സർ സ്ക്രീൻ ഷെയറിംഗ് ആക്റ്റീവ് ആണോ? യെസ് സർ ആക്റ്റീവ് ആണ്. ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടി തരാം. യെസ് സർ ആക്റ്റീവ് ആണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഇന്നത്തെ സെഷന്റെ ഒരു പ്രില്യൂഡ് എന്ന് പറഞ്ഞാൽ, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ എന്നൊരു പാർട്ട് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും നന്നായിട്ട് ഇതിന് മുന്നേ നടന്ന സെഷനിൽ ബേസിക്കലി നമ്മുടെ ഇബ്രാഹിം സാറൊക്കെ എടുത്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. ബിക്കോസ് ഒരു കുട്ടിയുടെ ഇൻബോൺ പൊട്ടൻഷ്യൽ എങ്ങനെ പുറത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ നജ്മുദ്ദീൻ സാർ പറയുന്നുണ്ടാവും ലൈക്ക് ഒരു കുട്ടീനോട് സംസാരിച്ചാൽ ആ കുട്ടീന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക എന്നുള്ള ഒരു പാർട്ടൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ കവർ ചെയ്യാൻ പോണത്, നമുക്ക് ഈ സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള കുറച്ച് ധാരണകളുണ്ട്. ആ ധാരണ എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണെന്നുള്ള ഒരു പാർട്ടാണ് ഞാൻ ഇവിടെ കവർ ചെയ്യാൻ പോണത്. സോ ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ, ഇതാണ് നമ്മുടെ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ അതിന് മുന്നേ നജ്മുദ്ദീൻ സാർ ഓൾറെഡി എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ഡോക്ടർ ദിനേഷ് എന്നാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി എന്ന് പറഞ്ഞ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കോർ സ്കില്ലിംഗ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കോളേജാണ്. അതേപോലെ തന്നെ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആണ് GJSCI എന്ന് പറയും. അപ്പൊ GJSCI എന്ന് പറയുമ്പോൾ എന്താന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഓക്കെ, അത് ജെം ആൻഡ് ജ്വല്ലറി സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോ ഞാൻ ആക്ച്വലി ഈ ഇൻട്രൊഡക്ഷൻ ഇടാൻ കാരണം തന്നെ ഈ ഇന്ത്യയിലുള്ള സ്കിൽ എഡ്യൂക്കേഷന്റെ സിനാരിയോ നിങ്ങൾക്ക് ബേസിക്കലി ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്. മറ്റേത് ഓൾറെഡി നജ്മുദ്ദീൻ സാർ വളരെ ഡീറ്റെയിൽ ഇൻട്രൊഡക്ഷൻ അതിനെ പറ്റി പറഞ്ഞിരുന്നു, അത് മതിയാവും. പക്ഷെ ബേസിക്കലി ഇതിനൊരു പ്രിലൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ടറി സ്ലൈഡ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി എഡ്യൂക്കേഷനും സ്കിൽസും കുറെ എന്താ പറയാ, കുറെ കാലമായിട്ട് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി കേരള എഡ്യൂക്കേഷൻ മോഡൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മോഡലായിരുന്നു. കേരള എഡ്യൂക്കേഷൻ മോഡൽ കോപ്പി ചെയ്യാൻ കുറെ അതർ സ്റ്റേറ്റ്സ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു.
ബിക്കോസ് കേരള എഡ്യൂക്കേഷൻ മോഡലിൽ തന്നെ ഏർലിയർ ടൈമിൽ തന്നെ നമ്മൾ ഈ സ്കിൽ എഡ്യൂക്കേഷൻ ഇൻകൾക്കേറ്റ് ചെയ്തിരുന്നത്, എസ്പെഷ്യലി ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറീസ് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ട് ആ സ്കിൽ എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളൊരു വലിയ റോള് പ്ലേ ചെയ്തിരുന്നു. പക്ഷെ എന്തോ ഇടയിൽ എവിടെയോ ഒരു മിസ്മാച്ച് വന്നിട്ട് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളായാൽ പോലും അവരത് കഴിഞ്ഞ ഒരു ഡിഗ്രി പ്രോഗ്രാമിലേക്കോ ഒരു ITI പ്രോഗ്രാമിലേക്കോ അവർ പോകണം. അല്ലാതെ ആ സ്കില്ലിംഗ് ഇംപ്രൂവ് ചെയ്തിട്ട് ആ സ്കില്ലിംഗ് യൂസ് ചെയ്തിട്ട് അവരൊരു ജോബിലേക്ക് പോവാതെയായി. അപ്പൊ ബേസിക്കലി നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ കുട്ടികൾ വന്നിട്ട് കുട്ടികളിനെ ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു മേജർ റീസൺ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസും ലാക്ക് ഓഫ് പ്ലേസ്മെന്റ്സും ആയിരുന്നു. നമുക്ക് ഒട്ടും ഓപ്പർച്യൂണിറ്റീസും ഒട്ടും പ്ലേസ്മെന്റ്സും പണ്ട് കാലത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് VHSC അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് അത് അവിടെ നിലച്ചു പോയി എന്ന് തന്നെ പറയാം. VHSCയിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ നോർമൽ ആയിട്ട് ഒരു +2 പഠിക്കുന്ന കുട്ടികൾ അതേ സ്റ്റൈലിൽ തന്നെയാണ് അവരും പോണത്. ഓക്കെ, സോ ബേസിക്കലി സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ആദ്യം മാറ്റേണ്ട ഒരു കാഴ്ചപ്പാട്, ഇത് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്ത ഒരു സംഭവമല്ല സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം. സ്കിൽ എഡ്യൂക്കേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ബേസിക്കലി. ഒന്ന് സ്കില്ലിംഗ് ആണ്, ഇനി ഒന്ന് റീസ്കില്ലിംഗ് ആണ്, ഇനി ഒന്ന് അപ്സ്കില്ലിംഗ് ആണ്. ഈ 3 ആംഗിൾസ് നോക്കിച്ചാൽ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ഓഡിയൻസ് മുതിർന്നവരാവും, ഒരുപാട് എക്സ്പേർട്സ് ആവും, കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ നോളജ് ഉണ്ട് എന്ന് ധരിക്കുന്ന ഒരുപാട് പേരാവും. ഈ എല്ലാ ആസ്പെക്ട്സിലും എല്ലാ ആംഗിളിലും നമുക്ക് സ്കില്ലിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആഡ് ചെയ്യും. ദി ഓൺലി തിങ് ഇസ് ദാറ്റ് ആ സ്കില്ലിംഗിന്റെ ഡെഫിനേഷൻ ഒന്ന് മാറും. തീരെ സ്കില്ലൊന്നും ഇല്ലാത്ത ഒരാൾക്ക് സ്കില്ല് കൊടുക്കുന്നതാണ് നമ്മൾ സ്കില്ലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റീസ്കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്കില്ലിംഗ് ചെയ്ത ഒരാൾ, പക്ഷെ അയാൾ അത്ര പെർഫെക്റ്റ് ആണ്, അയാൾ ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റീസ്കില്ലിംഗ് ആണ്. അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വി ആർ അപ്ഡേറ്റിംഗ് ദ പേഴ്സൺ. ഈ 3 കാറ്റഗറി ഓഫ് ഓഡിയൻസ് നമ്മുടെ മുന്നിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പാൻ ഇന്ത്യ, പാൻ വേൾഡ്, നമുക്ക് ഇഷ്ടം പോലെ സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് വിത്ത് ദീസ് 3 ക്രൈറ്റീരിയാസ്. വി ഹാവ് സ്കില്ലിംഗ്, റീസ്കില്ലിംഗ് ആൻഡ് ഓൾസോ അപ്സ്കില്ലിംഗ്. ഈ 3 ക്രൈറ്റീരിയയിൽ വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ. സോ ബേസിക്കലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, നമ്മളിപ്പോ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരികയാണ്. ഇപ്പൊ നേരത്തെ അനുഷ മാഡം പറഞ്ഞ പോലെ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ആ കുട്ടി നന്നായിട്ട് ഫോട്ടോ എടുക്കുന്ന കുട്ടിയാണെങ്കിൽ, ആ കുട്ടീൻ്റെ ഒരു ഇൻബോൺ ടാലന്റ് അതിലേക്ക് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സ്കില്ല് എങ്ങനെ നമ്മൾ പോളിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഈ സൈക്കോമെട്രിക് ടെസ്റ്റും അതേപോലെ തന്നെ 1-on-1 കൗൺസിലിംഗിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേസ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന കേസ്, ആ കുട്ടി ഉടനെ തന്നെ ചോദിക്കുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. കുട്ടിയുടെ പേരന്റ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട്, ഇതിനൊക്കെ ഇവനെ വിടണോ, ഇതിനൊക്കെ ഇവളെ വിട്ടാൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവോ എന്നൊരു പോയിന്റ് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അവിടെയാണ് നിങ്ങൾ ശരിക്കും ജസ്റ്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണത്, നിങ്ങൾ എല്ലാവരും കരിയർ കൗൺസിലേഴ്സ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ, ഒരു റെഗുലർ ഫുൾ ടൈം ഡിഗ്രി പ്രോഗ്രാമും ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി പ്രോഗ്രാമും നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക റെഗുലർ ഫുൾ ടൈം പ്രോഗ്രാം ആയിരിക്കും കുട്ടിക്ക്. എന്താ വെച്ചാൽ ആ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് അറിയാം. ആ പ്രോഗ്രാം ഒരു അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി ആണ്, ഫുൾ ടൈം കോളേജിൽ പോകണം. ഒരു ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസിൽ തന്നെ ഒരു എന്താ പറയാ കോണ്ടാക്ട് ക്ലാസ്സസ് ഉണ്ടാവുള്ളൂ. ആ കോണ്ടാക്ട് ക്ലാസ്സസ് പ്രോപ്പറായി നടക്കുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. സോ അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. വി ഡോണ്ട് ടേക്ക് ചാൻസസ്. നമ്മൾ ഒരിക്കലും ചാൻസസ് എടുക്കുക. നമ്മൾ എപ്പോഴും കുട്ടിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. ഈ സ്കില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് നമ്മൾ സ്കില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ വൺ തിങ് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, അത് ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് അത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ക്ലിയറൻസ് വരുത്തേണ്ടത്. നമുക്ക് ഏറ്റവും വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇഷ്ടം പോലെ ഈ ചെറിയ ചെറിയ സെന്റേഴ്സ് പാൻ കേരള, പാൻ ഇന്ത്യ ഇഷ്ടം പോലെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് അവർ പറയും ഞങ്ങൾ അക്കൗണ്ടിങ് കോഴ്സ് തരും, ഞങ്ങൾ അക്കൗണ്ടിങ് സ്കില്ല് തരും, അല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോഗ്രാഫി കോഴ്സ് തരും. പക്ഷെ ഈ ഫോട്ടോഗ്രാഫി കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവന് വിദേശത്ത് പോകുമ്പോൾ അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്താൽ മാത്രമേ വിദേശത്തിൽ അതൊരു ക്വാളിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് കൺസിഡർ ചെയ്യപ്പെടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മളുടെ എല്ലാവരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, സേ XYZ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറയില്ല, ജനറലി പറയണം. XYZ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഞങ്ങൾ ഇവിടെ അക്കൗണ്ടിങ് കോഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ മൾട്ടിമീഡിയ കോഴ്സ് കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇവരുടെ അടുത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്, അല്ലാതെ ഒരു സെൻട്രൽ ഏജൻസി അല്ലെങ്കിൽ ഒരു അക്രഡിറ്റഡ് ഏജൻസി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അടിയിൽ നേരിട്ടുള്ള വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഇഷ്യൂ ചെയ്യുന്നത് ആവില്ല 90% കേസസ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാപനം
കണ്ടെത്താൻ നിങ്ങൾ ആസ് കരിയർ കൺസിഡേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു അഡ്രസ് ടു യു ടുഡേ. ഓക്കെ, അതിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓഡിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കില്ലിംഗ് ഓഡിയൻസ് ഉണ്ട്, റീസ്കില്ലിംഗ് ഓഡിയൻസ് ഉണ്ട്, അപ്സ്കില്ലിംഗ് ഓഡിയൻസ് ഉണ്ട്. ഈ 3 സെഗ്മെന്റ് ഓഫ് ഓഡിയൻസിനെയും നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാം. അവർക്ക് ഇൻഫാക്ട് ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഞാൻ എന്റെ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ക്ലോസ് ചെയ്യണം. ജസ്റ്റ് ഓക്കെ, സോ നിങ്ങൾ എന്റെ സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു അല്ലെ? നജുബൻ സർ വിസിബിൾ ആണല്ലോ അല്ലെ എന്റെ? യെസ് സർ, യെസ് സർ, വിസിബിൾ ആണ്. ഓക്കെ, ഫൈൻ. സോ ബേസിക്കലി ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഓരോ സ്കിൽ സെറ്റിനും നമുക്ക് ഓരോ സെക്ടർ സ്കിൽ കൗൺസിൽസ് ഉണ്ട്. ഓരോ സ്കില്ലിനും ഓരോ സെക്ടർ സ്കിൽ കൗൺസിൽസ് ഉണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് സെക്ടർ സ്കിൽ കൗൺസിൽ സെർച്ച് ബാറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ഉടനെ വരുന്ന ഫസ്റ്റ് 2 ലിങ്ക് നിങ്ങൾക്ക് നോക്കാം. ഒന്ന് NSDCന്റെ ലിങ്ക് ആണ് വരിക. രണ്ടാമത് നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിന്റെ ആണ് നിങ്ങൾക്ക് 2 മേജർ ലിങ്ക്സ് വരിക. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ 2 ലിങ്ക്സിന്റെ ഉള്ളിൽ പോയാലും ഈ 2 ഈ മിനിസ്ട്രീന്റെ ലിങ്ക് ലൈനിന്റെ ഉള്ളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, സെക്ടർ സ്കിൽ കൗൺസിൽസ്. ഇത് ഓരോ സെക്ടർ സ്കിൽ കൗൺസിൽസിന്റെ ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. യു വിൽ ഗെറ്റ് ഡീറ്റെയിൽ ഓഫ് വേരിയസ് സെക്ടർ സ്കിൽ കൗൺസിൽസ്. നിങ്ങൾക്ക് ഓരോ സെക്ടർ സ്കിൽ കൗൺസിലും ഇപ്പോൾ നോക്കിയാൽ എയ്റോസ്പേസ് ആൻഡ് ഏവിയേഷൻ ഉണ്ട്, അഗ്രികൾച്ചർ സ്കിൽ കൗൺസിൽ ഉണ്ട്, അപ്പാരൽ മേക്കിംഗ് ഉണ്ട്, ഓട്ടോമോട്ടീവ് സ്കിൽ ഉണ്ട്, കൺസ്ട്രക്ഷൻ സ്കിൽ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ GJSCI, ഞാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ജെം ആൻഡ് ജ്വല്ലറി സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സിനുണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, ഇഷ്ടം പോലെ. ഇതിലുള്ള കംപ്ലീറ്റ് സ്കില്ല് ഡയറക്ട്ലി അണ്ടർ ദി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. ഇനി ഇത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് NSDCന്റെ വെബ്സൈറ്റിൽ പോയാലും യു ഹാവ് ഓൾ ദീസ് ലിസ്റ്റഡ്. ഇതൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റഡ് ആയിരിക്കും ഈ 2 വെബ്സൈറ്റ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കുട്ടി കോഴ്സ് പഠിക്കണ്ടെങ്കിൽ അതൊരു സെക്ടർ സ്കിൽ കൗൺസിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണോ ആ കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്താം. ബിക്കോസ് നിങ്ങൾ ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ടാവും, ലൈക്ക് NCVT, NOS, QP, ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ ഒക്കെ ബേസിക് എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. NCVT എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്, അതാണ് ബേസിക് ഏജൻസി. നമ്മുടെ ഈ ഓരോ കോഴ്സസിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ കരിക്കുലമും സബ്ജക്ട്സും തയ്യാറാക്കുന്നത് NCVTന്റെ നോംസ് പ്രകാരമാണ്. മാച്ചിങ് NOS എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ ഓക്യുപേഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോ NCVT വന്നു, നാഷണൽ ഓക്യുപേഷണൽ സ്റ്റാൻഡേർഡ്സ് വന്നു. അത് പ്രകാരമുള്ള കോഴ്സുകൾ വ്യത്യസ്ത ലെവലുകളിൽ കൊടുക്കും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, അങ്ങനെ ലെവൽ 7 വരെ, ലെവൽ 8 വരെ ലെവൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ ഓരോ ലെവൽസിലും ഓരോ കോഴ്സിന്റെ ലെവൽസ് ഇങ്ങനെ കൂട്ടി വന്നിട്ട് പെർഫെക്റ്റ്ലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇൻഡിവിജ്വലിനാണ് നമുക്ക് ബേസിക്കലി കിട്ടുക. സോ ഈ ഒരു പാർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർക്കുന്ന സമയത്ത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൽ ഏതെങ്കിലും സെക്ടർ സ്കിൽ കൗൺസിലേക്ക് അഫിലിയേറ്റഡ് ആണോ എന്നുള്ളൊരു പാർട്ട് നമ്മൾ നോക്കാം. ഇനി അഥവാ അഫിലിയേറ്റഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ? അപ്പോ UGCന്റെ പ്രത്യേക ഒരു അനുമതി പ്രകാരം ഒരു പുതിയ തരം യൂണിവേഴ്സിറ്റീസ് കുറെ സൗത്ത് ഇന്ത്യയിലില്ല, നോർത്ത് ഇന്ത്യയിൽ കുറെ പുതിയ യൂണിവേഴ്സിറ്റീസ് വന്നിട്ടുണ്ട്. അത് സ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ആണ്. ആ യൂണിവേഴ്സിറ്റിന്റെ പേരിന്റെ കൂടെ സ്കിൽ യൂണിവേഴ്സിറ്റി എന്നൊരു ടാഗും കൂടി ഉണ്ടാവും. ആ സ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേറ്റഡ് ആണോ എന്ന് നോക്കിയാൽ മതി. സോ ആ സ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന കോഴ്സ് ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് കൊടുക്കുന്ന സമയത്ത് കുട്ടി ഓബ്വിയസ്ലി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ജോലി എടുത്തുകൊണ്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ആ ഒരു കോൺസെപ്റ്റും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ സെക്ടർ സ്കിൽ കൗൺസിലിൽ എങ്ങനെയാ കാര്യങ്ങൾ ഉണ്ടാവുക ഞാൻ എന്റെ ഒരു സെക്ടർ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസി. അപ്പോ
ജെം ആൻഡ് ജ്വല്ലറി സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ള സെക്ടറാണ്. ഫസ്റ്റ് സ്ക്രീൻ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാം, ലൈക്ക് ഇവരുടെ ആഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ ബേസിക്കലി ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ പോയാൽ ട്രെയിനിങ് സെന്റേഴ്സ് ആണ്. നിങ്ങൾ ട്രെയിനിങ് സെന്റേഴ്സ് ക്ലിക്ക് ചെയ്താൽ എവിടെയൊക്കെ ട്രെയിനിങ് സെന്റേഴ്സ് ഉള്ളത് എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് കാണും. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ ഇതിനെ റിലേറ്റ് ചെയ്ത് ട്രെയിനിങ് സെന്റേഴ്സ്, ജെം ആൻഡ് ജ്വല്ലറിന് ട്രെയിനിങ് സെന്റേഴ്സ് എവിടെ ഉള്ളത്? ആലപ്പുഴയിലുണ്ട് ഒരു സെന്റർ. ഓക്കെ, ആരാണ് ആലപ്പുഴയിലുള്ള സെന്ററിന്റെ ഇൻചാർജിന്റെ പേരും അവരുടെ റെഫറൻസും ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പത്തനംതിട്ടയില് ഒരു സെന്റർ ഉണ്ട്, അതുണ്ടാവും. പക്ഷെ ഇവിടെ എഗെയിൻ നിങ്ങൾക്ക് കാണാം സെന്റർ ID PMKK ആണ്. അതായത് ഒരു ഗവൺമെന്റ് പ്രോജക്ട്സിന്, അതായത് പ്രധാനമന്ത്രി കൗശൽ യോജന അല്ലെങ്കിൽ ദീൻ ദയാൽ ഉപാധ്യായ യോജന അല്ലെങ്കിൽ യുവ കേരളം അല്ലെങ്കിൽ NULM ഇങ്ങനത്തെ ഒക്കെ പ്രൊജക്ട്സ് ചെയ്യാൻ മാത്രം അഫിലിയേഷൻ ഉള്ള സെന്റർ ആണ്. അതായത് റെഗുലർ പ്രോഗ്രാംസ് അവിടെ അസൈൻ ചെയ്യാനുള്ള സെന്റേഴ്സ് അല്ല. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ബേസിക്കലി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് കാണില്ല. ബിക്കോസ് ഞങ്ങള് ഇവിടെ അല്ല ഉള്ളത്, ഞങ്ങൾ ഇവിടെയാണ് ഉള്ളത്. ബിക്കോസ് ഞങ്ങൾക്ക് ഒരു പടി ഞങ്ങൾ മുന്നിൽ പോയിട്ടുണ്ട്. വി ആർ കോൾ ദി സെന്റർ ഓഫ് എക്സലൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി കേരള എന്നുള്ള കാര്യം കാണാം. സോ ഇതിന്റെ ഉള്ളിൽ ഈ സെന്ററിന്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഡയറക്റ്റ് ഉള്ള വെബ്സൈറ്റ് ലിങ്കും ഇതിൽ കിട്ടും. സോ ബേസിക്കലി സെക്ടറിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് QPs എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ പാക്ക് എന്ന് പറയും. ഓക്കെ, ഈ ക്വാളിഫിക്കേഷൻ പാക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ജോബ് റോളിനും, ഓരോ ഇൻഡിവിജ്വൽ ജോബ് റോളിനും ഓരോ ക്വാളിഫിക്കേഷൻ പാക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം അവിടെ ഡിസൈനർ CAD, ഡിസൈനർ ഹാൻഡ് സ്കെച്ച്, മെറ്റൽ സെറ്റർ, ഡയമണ്ട് അസോർട്ടർ, ഇങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ വേറെ ഹെഡ്സിന്റെ അടിയിൽ കാണാം, ജ്വല്ലറി റീറ്റെയിലിംഗിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം ജ്വല്ലറി റീറ്റെയിൽ കാഷ്യർ, ഫ്ലോർ മാനേജർ, റീറ്റെയിൽ അപ്രൈസർ ആൻഡ് വാല്യൂവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഉള്ള QPs കാണാം. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് പഠിപ്പിക്കുന്ന ആൾക്കാരില്ല, ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ 100% ഇതിൽ എപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ആവണമെന്നില്ല. 100% ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഈ സ്കില്ലിംഗ് എല്ലാ 2 വർഷം കൂടുമ്പോഴും ഇവരൊരു ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് റിന്യൂ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഗോൾഡ് അപ്രൈസിങ് ആൻഡ് വാല്യൂയിങ്, അതായത് സ്വർണത്തിന്റെ അപ്രൈസലും വാല്യുവേഷനും ഒക്കെ ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാൻ ഇന്ത്യയിൽ തന്നെ ഒരു മാസ്റ്റർ ട്രെയിനർ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ആ മാസ്റ്റർ ട്രെയിനറിനുള്ള തസ്തിക എനിക്ക് 2 വർഷത്തിനേ കിട്ടുള്ളൂ. ആ 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് റിന്യൂ ചെയ്ത് കിട്ടണം ഞാൻ. ഓക്കെ, അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കൗശൽ ഭാരതിന്റെ തക്ഷശില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് ഓർ അസസേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ ഞാൻ എന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. സെൻട്രൽ ഇത് ആർക്കും അവൈലബിൾ ആണ്. എന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഞാൻ ഇതുവരെ എടുത്ത സർട്ടിഫിക്കേഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ജെം ആൻഡ് ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ ജ്വല്ലറി അപ്രൈസർ ആൻഡ് വാല്യൂവറിൽ എന്റെ ട്രെയിനിങ്ങിന്റെ സ്റ്റേറ്റസ്, ഞാനൊരു മാസ്റ്റർ ട്രെയിനർ ആണ്. എനിക്ക് 2025 വരെ വാലിഡിറ്റി ഉണ്ട്. ഇതിന്റെ മുന്നേ എനിക്ക് ഉണ്ടായിരുന്ന 21 തൊട്ട് 23 വരെ ജ്വല്ലറി റീറ്റെയിൽ അസോസിയേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് ഞാൻ ഈ വർഷം റിന്യൂ ചെയ്തില്ല. പകരം ഞാൻ പുതിയൊരു പ്രോഗ്രാമിന്റെ മാസ്റ്റർ ട്രെയിനറായി മാറുകയും ചെയ്ത്. സോ ബേസിക്കലി 2025 വരെ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ബേസിക്കലി സ്കിൽ കോഴ്സസിലുള്ള ട്രെയിനേഴ്സ് ഇടയ്ക്ക് ഞങ്ങൾ അപ് സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അതിന്റെ ലോജിക്ക്. ബിക്കോസ് ഡേ ടു ഡേ ന്യൂ ടെക്നോളജി വരുന്ന അനുസരിച്ച് എവറി ടൈം ന്യൂ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ എക്സാം പാസ് ആവണം. വൺസ് ഇൻ 2 years മാത്രം ആ എക്സാം നടക്കും. അത് ഞങ്ങൾ പാസ്സായിട്ട് വേണം ഞങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകാൻ. സോ ബേസിക്കലി സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ കളിയല്ല. ആൾക്കാർ ഇവിടെ വിചാരിക്കും ഓക്കെ ഫൈൻ, ഇന്ന സെന്ററിൽ അതുണ്ട്. നോ, ഒരിക്കലും അല്ല. ഈ സ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് നേരത്തെ പറഞ്ഞ കൂട്ട് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് പ്രകാരം ഏത് ലെവലാണെന്നനുസരിച്ച് ആ കുട്ടിക്ക് ആ ലെവലിനനുസരിച്ചുള്ള ജോലി ഇന്ത്യയിലോ വിദേശത്തിലോ ഓഫർ ചെയ്യണ ഒരുപാട് ഗവൺമെന്റ് പ്രോഗ്രാംസ് നിലവിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ DUJKY, PMKY ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ഡയറക്ട്ലി ഗവൺമെന്റ് ഈ പോർട്ടൽസിലൊക്കെ കുട്ടികളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാം. ഈ അപ്ലോഡ് ചെയ്ത റെസ്യൂമേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസസ് വരും ചെയ്യും. ആൻഡ്
ഡെഫിനറ്റ്ലി ദേ ഗെറ്റ് പ്ലേസ്. ഇപ്പൊ നേരത്തെ അനുഷ മാം ചോദിച്ചപ്പോൾ പറഞ്ഞു, അനുഷ മാം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അസാപ്പിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ അസാപ്പില് എൻപാനൽ ആയ ട്രെയിനേഴ്സ്, അതായത് ഒരു ട്രെയിനിങ് ഏജൻസിക്ക് അവർ കൊടുക്കുക. ആ ഏജൻസി ഇങ്ങനത്തെ ഓരോ സെക്ടറിന്റെ അടിയിലും ലിസ്റ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അസാപ്പ് കൊടുക്കുള്ളൂ. അതേപോലെ തന്നെ യുവകേരളവും അതേപോലെ തന്നെ DDUGKയും ഓരോന്നിന്റെ അടിയിൽ ലിസ്റ്റഡ് ആയാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഇത് കൊടുക്കുള്ളൂ, അതായത് ട്രെയിനിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞൊരു തസ്തിക ആക്കിയിട്ട് അവർക്ക് കൊടുക്കുള്ളൂ. സോ ബേസിക്കലി ഈ സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ പേരൻസിനോ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത്രയും ഒരു നോളജ് ഇതിനെ കുറിച്ച് ബേസിക്കലി ഇല്ല. അവിടെയാണ് നമുക്ക് ശരിക്കും ഒരു പ്രശ്നം വരുന്നത്. പിന്നെ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് ബിവോക് കോഴ്സസ് ആണ്, ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ കോഴ്സസ് ആണ്. ഈ ബിവോക് കോഴ്സസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ബിവോക് കോഴ്സസിൽ ഇയർ 1 നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും, ഇയർ 2 ഒരു ഡിപ്ലോമ കിട്ടും, ഇയർ 3 ഒരു ഡിഗ്രി കിട്ടും. ഈ ഒരു രീതിയിലാണ് ബിവോക് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് ആക്ച്വലി ബിവോക് ഇത്ര ലേറ്റ് ആയിട്ട് വരുന്നത്. പുറം രാജ്യങ്ങളിലൊക്കെ ഇത് നേരത്തെ ഇതിന് വേറെ പേരുകളിൽ ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പീപ്പിൾ ആർ ഫോക്കസിങ് മോർ ഓൺ ദാറ്റ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലും സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ് ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് ഇപ്പൊ ഒരു വണ്ടി പഞ്ചറായിട്ട് നമ്മളൊരു ടയർ ഷോപ്പിലേക്ക് പോകും. ഈ ടയർ ഷോപ്പിലേക്ക് പോകുമ്പോൾ ശരിക്കും ആ ടയർ ഊരല് ഒരു ജോബ് റോളാണ്. ആ ടയറിന്റെ കാറ്റ് നിറയ്ക്കലും അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കലും വേറൊരു ജോബ് റോളാണ്. ടയർ ഫിക്സ് ചെയ്യല് വേറെ ജോബ് റോളാണ്. അപ്പൊ അത്രയും ജോബ് റോൾസിൽ, അതായത് അത്രയും ജോബ് റോൾസിൽ ഒരു കുട്ടി ക്വാളിഫൈഡ് ആവണം. അവിടെയാണ് സ്കിൽ എഡ്യൂക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ടു ഓൾ കരിയർ കൗൺസിലേഴ്സ് എന്റെ ഒരു സിൻസിയർ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഏതൊരു സെന്ററിൽ നിന്നും ഒരു കോൾ വരികയാണ്, നിങ്ങൾ ഇന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ, ഇന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വല്ലതും കോൾസ് വരികയാണ്. ഫ്രീ കോഴ്സസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് 6 monthsനൊക്കെ ഫ്രീ കോഴ്സസ് ഉണ്ട്. അതായത് ഹോസ്റ്റൽ ഫുഡ് ഞങ്ങളുടെ കോളേജിൽ നടത്തിയിരുന്നു. ഇൻഫാക്ട് ജ്വല്ലറി റീറ്റെയിലിംഗിന് വേണ്ടിയിട്ട് കോഴ്സ് നടത്തിയിരുന്നു. സോ ഇത്രയും ഫ്രീ കോഴ്സസ് ഉള്ള ഒരു സിനാരിയോ ആണ് നമുക്ക് സ്കിൽ എഡ്യൂക്കേഷനിൽ ഡെവലപ്പ് ആയിക്കൊണ്ട് വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്താ? ഇത് ഡെഫിനറ്റ്ലി ഉഡായിപ്പാണോ, ഇത് പ്രശ്നമാണോ എന്നുള്ളൊരു കാര്യമാണ് അവർ കുറെ പേര് ശ്രദ്ധിക്കാം. സോ ബേസിക്കലി അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഹിസ്റ്ററി നടത്തുക. നമ്മൾ ഈ ഒരു രൂപത്തിലാണ് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അല്ലെങ്കിൽ സ്റ്റഡി നടത്തുക. ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ അവരുടെ സെക്ടർ സ്കിൽ കൗൺസിൽ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യും. ആ സെക്ടർ സ്കിൽ കൗൺസിലിൽ അവർ ട്രെയിനിങ് സെന്റർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കും. ആ ട്രെയിനിങ് സെന്റർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ എന്തൊക്കെ കോഴ്സസ് റൺ ചെയ്യണം നോക്കും. ആ കോഴ്സസ് അഫിലിയേറ്റഡ് ആണോ നോക്കും. ആ കോഴ്സസ് എടുക്കുന്ന ട്രെയിനേഴ്സ് അഫിലിയേറ്റഡ് ആണോ നോക്കും. എന്നിട്ട് മാത്രം ആണ് കുട്ടീനെ അങ്ങോട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വിടുന്നത്. ഓക്കെ, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് നമ്മുടെ സ്കിൽ എഡ്യൂക്കേഷൻ സ്കില്ലിങ്ങിന്റെ പോർട്ടലും കാര്യങ്ങളും ഒക്കെ. ഇത് ശരിക്കും എനിക്ക് മനസ്സിലാവാൻ ഞാൻ ഏതാണ്ട് 4-5 വർഷം എടുത്തു. പക്ഷെ എനിക്ക് മനസ്സിലാക്കിയ ഒരു ഈസിനെസ് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയണം. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എത്ര പേർക്ക് പറ്റുന്നുണ്ടെങ്കിലും ഈ നോളജ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നജ്മുദ്ദീൻ സർ, എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പോയിന്നാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ. ഇവർക്ക് വലിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഐ ടോക്ക് ടു ദം. ദാറ്റ് വിൽ ബി മച്ച് മോർ ഈസി ഫോർ മീ. ഓക്കെ, മെമ്പേഴ്സ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പൊ ബാക്കി കാര്യങ്ങൾ സാറ് നിങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ട് പറഞ്ഞു തരും. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, സതീഷാണ്. ആ സർ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് സ്കിൽസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് സ്കിൽസ്? അപ്പം ഈ സ്കില്ലും നോൺ സ്കില്ലും ഇത് തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? അത് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ സർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോ ഡെഫിനറ്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് അല്ല ടച്ച് ചെയ്തത്. പക്ഷെ എന്നാലും സാറിനോട് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം.
ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഏത് ഭാഗത്തിലേക്കാ പോകണം എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപാട് ടൂൾസ് ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിലവിൽ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ 1-on-1 ഒബ്സർവേഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇന്റർവ്യൂസ് ഉണ്ട്, ഇതൊക്കെ ടൂൾസ് ഉണ്ട്. സോ ആ ഒരു പെർട്ടിക്കുലർ ടേസ്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവന് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി കോൾ ദാറ്റ് എ സ്കിൽ. ബേസിക് ആയിട്ട് ഞാൻ പറയാണ്, ആ ഒരു പെർട്ടിക്കുലർ ടേസ്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവന് ഒരു ഉപജീവനം അവന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു സ്കില്ലാണ്. ഫോർ എക്സാമ്പിൾ, ഒരു നന്നായി വരയ്ക്കണ ഒരു കുട്ടി, അവന് ആർട്ടിസ്റ്റിക് സ്കില്ല് മാത്രം ഉണ്ടായാൽ പോരാ, പക്ഷെ ആ ആർട്ടിസ്റ്റ് വരച്ചിട്ട് അവന് വിൽക്കാനും പറ്റണം. ഒരു സെല്ലിംഗ് സ്കില്ലും അവിടെ വേണം. അവിടെയാണ് നമുക്ക് സ്കില്ലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പെടുന്നത്. വരച്ചാൽ അവൻ വരച്ചുകൊണ്ടിരിക്കും, അവന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഹോബി എന്നുള്ള ലെവലിൽ വരയ്ക്കാൻ പറ്റും. പക്ഷെ ആ വര കൊണ്ട് അവനൊരു ബേസിക്കലി ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ബേസിക്കലി സ്കിൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു പാർട്ടിനെയാണ്. ഇത് എന്റെ ഒരു പേഴ്സണൽ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞതുള്ളൂ. അതേപോലെ തന്നെ നോൺ സ്കിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ, സർ, എല്ലാത്തിലും എന്നോട് ചോദിച്ചാൽ എല്ലാ ഡൊമൈൻസിലും എല്ലാ ഏരിയാസിലും എന്തെങ്കിലും ഒരു സ്കില്ല് കണക്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണ്. ഞങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതിന്റെ കൂടെ വേണം. പക്ഷെ കമ്മ്യൂണിക്കേഷൻ മാത്രം ഉണ്ടായ ഒരാൾ നല്ലൊരു ടീച്ചർ ആവണമെന്നില്ല, അങ്ങനെ ഒരു പാർട്ടും കൂടി ഉണ്ട്. സോ ബേസിക്കലി എല്ലാ സ്കിൽസും ഓരോന്നിനും കണക്റ്റഡ് ആണ്, ഇന്റർലിങ്ക്ഡ് ആണ്. നോൺ സ്കിൽ എന്ന് പറഞ്ഞാൽ നോൺ സ്കിൽ ആയിട്ടുള്ള ഒരാൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ, ടു ബി വെരി ഫ്രാങ്ക്, ഐ തിങ്ക് നോ. എനിക്ക് തോന്നുന്നു നജ്മുൽ സർ വുഡ് ബി ഏബിൾ ടു ടെൽ ആൻസർ ടു ദിസ് ഓൾസോ. ഹലോ സാറേ, ഈ സാറ് പറഞ്ഞ ഒരു ബിവോക് കോഴ്സ് നമുക്കൊരു സ്കിൽ കോഴ്സ് ആണോ വരുന്നത്? എന്താ മാം? ബിവോക് കോഴ്സ് ഒരു സ്കിൽ കോഴ്സ് ആണോ? ബിവോ കോഴ്സ് സ്കിൽ എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ് വരിക. ബിക്കോസ് അവർക്ക് 3 സർട്ടിഫിക്കേഷൻ ലെവൽസ് ആണ്. ഒന്ന് സർട്ടിഫിക്കേഷൻ, ഒന്ന് ഡിപ്ലോമ, ഒന്ന് വൊക്കേഷണൽ ഡിഗ്രി ആണ്. അവര് ആ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് പോകുമ്പോൾ ഒരു നോർമൽ ഡിഗ്രീനെക്കാട്ടിലും കൂടുതൽ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് ബിവോക്കിനുള്ളത്. ഓക്കെ. ചോദ്യങ്ങൾ വരട്ടെ കേട്ടോ, കൂടുതൽ ചോദ്യങ്ങൾ വരട്ടെ, ചർച്ച സജീവമാവട്ടെ. അപ്പോ സാറിങ്ങനെ കുറെ കാര്യങ്ങൾ, ബേസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമ്മുടെ സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരേണ്ടത്. സാർ, അതുപോലെ ഇപ്പൊ ഒരു ബികോം അല്ലെങ്കിൽ എംകോം ഒക്കെ കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഇതിന്റെ കൂടെ ഇപ്പൊ എല്ലാവരും ഒരു ടാലി അങ്ങനെയൊക്കെ എടുത്തിട്ടാണല്ലോ പഠിക്കുന്നത്. സാറിന്റെ അഭിപ്രായത്തിൽ നമുക്ക് വേറെ എന്തെല്ലാം സ്കിൽ കോഴ്സ് ഇതോട് കൂടി ചേർത്ത് പഠിക്കാൻ പറ്റും? മാം, ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ആ സ്കിൽ കൗൺസിലിന്റെ ലൈക്ക് ആ വെബ്സൈറ്റ് കണ്ടില്ലേ, സ്കിൽ കൗൺസിലില് BFSI എന്ന് പറഞ്ഞ സെക്ടർ ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ എന്തോ ഒരു സെക്ടറാണ്. ആ സെക്ടറിന്റെ അടിയിൽ വരുന്ന ട്രെയിനിങ്സ് പോയാൽ ഗവൺമെന്റ് സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് കോഴ്സസ് കിട്ടും. അത് അറ്റസ്റ്റേഷനുള്ള കോഴ്സസും ആണ്. അപ്പൊ ആ കോഴ്സസിന്റെ ഭാഗമായിട്ട് ഈ കുട്ടിക്ക് ഡെഫിനറ്റ്ലി ടാലി ഒക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും കുറെ സ്ഥലത്ത്. അപ്പൊ അങ്ങനത്തെ കോഴ്സസ് റെക്കമെൻഡ് ചെയ്യായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇപ്പൊ ടാലി എന്ന് പറഞ്ഞാൽ, ടാലി ടെക്നിക്കലി ഒരു കമ്പനിയാണ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ടാലി. അവരുടെ സോഫ്റ്റ്വെയർ ആണ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാ ട്രെയിനിങ് സെന്റേഴ്സിലും. ഓക്കെ. ബട്ട് ഗ്രാജുവലി എന്ത് പറ്റും വെച്ചാൽ, ഒരു കമ്പനി ഒരു സ്റ്റേറ്റിൽ എത്തിയാൽ കമ്പനീന്റെ സ്വന്തം ബേസിക് അക്കൗണ്ടിങ് സിസ്റ്റംസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റമോ അവർ സ്വന്തം ഡെവലപ്പ് ചെയ്ത് അവരുടെ ഒരു ഇന്റേണൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവിടെ ടാലിക്കല്ല പ്രശസ്തി വരിക, ആ കുട്ടിയുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്കിൽസിനാണ് പ്രശസ്തി വരിക. അപ്പൊ അതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ. താങ്ക് യു സാർ. പ്രദീപ് കുമാർ സർ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ സർ. പ്രദീപ് സർ. ദിനേശ് സാർ, അപ്പൊ സംശയങ്ങൾ വന്നോളും. സാറ് ഇനി എന്തെങ്കിലും കൂടെ പറയാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ
ഇല്ല, എനിക്ക് മേജർ ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഞാനിത് ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ മെയിൻ കണ്ടന്റ് ഇവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇത് കുറെ പേർക്ക് അറിയാത്ത കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ബിക്കോസ് സെക്ടർ സ്കിൽ കൗൺസിൽസ് ഉണ്ട്, ആ സെക്ടർ സ്കിൽ കൗൺസിൽസ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് വാലിഡ് എന്നുള്ള കാര്യം കുറെ പേർക്ക് അറിയില്ല. അതിപ്പോ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇവര് രണ്ടുപേർക്ക് എക്സ്ട്രാ ഷെയർ ചെയ്ത അത്രയും സന്തോഷം. ആയിക്കോട്ടെ. അപ്പൊ സാറേ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു സമയമുണ്ട്. അപ്പൊ സാറ് എന്തെങ്കിലും കണ്ടിന്യൂ. സാർ ഇതില് പ്രത്യേകിച്ച് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാം. ഇനി അഥവാ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് ഓഫ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇൻഫാക്ട് ഞാൻ എന്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് സാർ. ഡൗട്ട് അല്ല ഇത്, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പോലീസ് ആണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഫോർ നമ്മൾ ഈ ടേസ്റ്റർ എന്ന് പറയുന്നത് ടീ ചായയൊക്കെ ചായപ്പൊടി ടേസ്റ്റ് എന്നിട്ട് അത് അസസ് ചെയ്യത്തില്ല. ബെസ്റ്റ്, ഫസ്റ്റ്, സൂപ്പർ ക്വാളിറ്റി, ബെസ്റ്റ് ക്വാളിറ്റി, മീഡിയം, അങ്ങനെ. ഇസ് ഇറ്റ് എ സ്കിൽഡ് ജോബ് ഓർ നോട്ട്? അതൊരു സ്കിൽ, അതിനകത്ത് എക്സ്പെർട്ടൈസേഷൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് സാർ? എന്റെ ക്വസ്റ്റ്യൻ, എന്റെ ഡൗട്ട് മനസ്സിലായി സാർ. അതൊരു സ്കിൽ ടൈപ്പ് അതോ എനിവൻ കൺ ഡു ദാറ്റ് ജോബ്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതോ ഒരു ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്പം അത് നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്, നല്ല സാലറി ഒക്കെ ഭയങ്കര ഹൈ ആണെന്ന് കേട്ടിട്ടുണ്ട്. സാർ അത് ആക്ച്വലി ഒരു തെറ്റായ ഒരു എന്താ പറയാ ലൈക്ക് ഒരു പിക്ചർ ആണ് അത് സൊസൈറ്റിക്ക് മേജർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോ ഞാൻ ഒരു സെയിം ചായ ഇപ്പൊ ഞാൻ കുടിക്കുകയാണ്, നജുബുദ്ദീൻ സാറ് കുടിക്കണം, സെയിം ചായ, ഒരു വ്യത്യാസമില്ല. എന്റെ ടേസ്റ്റ് ബഡ്സ് പറയണതും നജുബുദ്ദീൻ സാറിന്റെ ടേസ്റ്റ് ബഡ്സ് പറയുന്നതും ഒരിക്കലും സെയിം ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ ബേസിക്കലി ഇങ്ങനത്തെ ടെസ്റ്റിംഗ് ജോബ്സ് വരുന്നത് ഇറ്റ് ഇസ് നോട്ട് ഫ്രം എ സിംഗിൾ പേഴ്സൺ, ഇറ്റ് ഇസ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് സാമ്പിൾസ്. ഒരു സാമ്പിളിന്റെ ഇടയിൽ നിന്നാണ് ഈ ടെസ്റ്റിംഗ് ജോബ്സ് 90% ചെയ്യപ്പെടുന്നത്. സോ ബേസിക്കലി എന്നെ കൊണ്ട് അത് പറ്റും വെച്ചാൽ, ഇഫ് യു ആർ ഹെൽത്തി, ഇഫ് യുവർ ടങ് ഈസ് ഗുഡ് ഇനഫ് ഫോർ ദാറ്റ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേറെ അസുഖങ്ങളില്ല, വേറെ മെഡിക്കേഷൻസ് ഇല്ല, ഇങ്ങനത്തെ കുറെ ക്രൈറ്റീരിയാസ് വെച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നോർമലി ആ ഒരു ജോബ് ഇപ്പൊ ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു ജോബായിരിക്കും. ഹെൽത്ത് വൈസ് ഹെൽത്തി ആയാൽ മതി. അതേപോലെ തന്നെ അതിൽ കണ്ടീഷൻസ് ഉണ്ടാവും. നിങ്ങളൊരു ചായ ടേസ്റ്റ് ചെയ്യണം മുമ്പ് അതിന്റെ തൊട്ട് മുന്നേ നിങ്ങൾ കോഫി കുടിച്ചിട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ നിങ്ങൾ കോക്ക് കുടിച്ചിട്ടുണ്ടാവരുത്. ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാവും. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് അവരുടെ നോംസ് പ്രകാരം പോവാച്ചാൽ ആർക്കും പോവാൻ പറ്റുന്ന ജോബാണത്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. ഈ ഒരു ഫീൽഡ് നമ്മൾ ഇത് ഒരു പുതിയൊരു മേഖലയാണ് സാർ തുറന്നിട്ടേക്കുന്നത്. നല്ലൊരു, എനിക്കിപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അത് നമ്മൾ അറിയപ്പെടാത്ത, കാരണം എന്നെപ്പോലുള്ള ആൾക്കാർക്ക്, കാരണം ഈ ഇങ്ങനെയുള്ളവർക്ക് അതിന്റെ അക്രിഡിയേഷനും അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ, കോഴ്സ്, അതൊക്കെ ഒരു പുതിയ കാര്യങ്ങളാണ്. കാരണം ഒത്തിരി സാർ പറഞ്ഞ മാതിരി കണക്കിന് ഒത്തിരി പ്രൈവറ്റ് സെക്ടേഴ്സ് ഈ ഫീൽഡിലുണ്ട്. അപ്പം അവരെ ഈ കള്ളനാണയത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാർ പറഞ്ഞത്. ഗുഡ് തിങ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. പ്രദീപ് സാർ. പ്രദീപ് സാർ പറഞ്ഞോളൂ, കേൾക്കാം. സാർ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാവരും പഠിക്കുന്നത് റെഗുലർ ആയിട്ട് പഠിക്കുന്നു, പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്നു. ഇപ്പൊ ഈ മേഖല ഇപ്പൊ സാറ് പറഞ്ഞ സ്കിൽ എന്നുള്ള കുട്ടികളെ, ഏത് തരത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ നമ്മൾ ചാനലൈസ് ചെയ്യണം, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? സർ ഇതിലിപ്പോ ചാനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാല് ബേസിക്കലി നമുക്കിപ്പോ കമ്പ്യൂട്ടേഴ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടി, നല്ല താല്പര്യമുള്ള കമ്പ്യൂട്ടേഴ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടി, കമ്പ്യൂട്ടേഴ്സിൽ ഏത് ഏരിയയിലേക്കാ താല്പര്യം എന്നുള്ള ഒരു പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോഡിംഗ് ഒരു സ്കില്ലാണ്, ഫോർ എക്സാമ്പിൾ ഗ്രാഫിക് ഡിസൈനിങ് ഒരു സ്കില്ലാണ്, അത് ഏത് ഏരിയയിലേക്കാണ് നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റിയാൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് കൊടുക്കുകയായിരിക്കും നല്ലത് ആ കുട്ടീന്റെ കൂടെ തന്നെ. ഫോർ എക്സാമ്പിൾ ഞാൻ ലൈക്ക് ഞങ്ങളുടെ ഒരു വീടിന്റെ അടുത്ത് വളരെ നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുള്ളി ഷീ സിങ്സ് റിയലി വെൽ. അപ്പോ ഇവരെല്ലാരും പറഞ്ഞു ഓക്കെ ഫൈൻ, ആ കുട്ടീനെ വോക്കലിൽ ട്രെയിൻ ചെയ്യാം. സോ എവറിബഡി വോക്കൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട്, പ്രോബ്ലം എന്താ വെച്ചാൽ ഈ വോക്കൽ സിംഗേഴ്സിന് ഒന്നും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, എല്ലാ വോക്കൽ സിംഗേഴ്സും പെട്ടെന്ന് കയറി യേശുദാസോ MG ശ്രീകുമാറോ ആവില്ല. അപ്പൊ അതിനേതായിട്ടുള്ള സപ്ലിമെന്ററി സ്കിൽസ് നമ്മൾ സൈഡ് ബൈ സൈഡ് കൊടുക്കാൻ പറ്റണം. ആ കുട്ടീനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു പരിപാടിക്ക് നമ്മുടെ
വീട്ടിനടുത്തൊരു അസോസിയേഷന്റെ പ്രോഗ്രാമിന് ആ കുട്ടീനെ വിളിച്ചിരുന്നു. ആ കുട്ടീന്റെ ഒരു അറ്റയർ കണ്ടപ്പോ തന്നെ അവര് ഏതാണ്ട് ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി തള്ളി. സോ ബേസിക്കലി ഒരു ഷോ ബിസിനസ്സിൽ നിൽക്കുന്ന സമയത്ത് ആ ഷോ ബിസിനസ്സിന് നമ്മുടെ അറ്റയറിങ്, നമ്മുടെ ഡ്രസ്സിങ്, അതേപോലെ തന്നെ അങ്ങനത്തെ സ്കിൽസ് പോലും നമ്മുടെ മാറ്റർ ചെയ്യും. അതായത് അങ്ങനെ അലൈഡ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ആ കുട്ടിയുടെ കോർ ഏരിയക്ക് അലൈഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതൊക്കെ മാക്സിമം കൊടുത്താൽ മാക്സിമം ആ കുട്ടി ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ബിക്കോസ് അങ്ങനത്തെ കേസസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ശരിക്കും അസാപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ശരിക്കും കേരള ഗവൺമെന്റിന് ഒരു പൊൻതൂവലായിട്ട് വരേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അത് പക്ക ഫെയിലിയർ ആയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് വിലയിരുത്തിയത്. അതിന് എന്താ റീസൺ വെച്ചാല് ഈ കുട്ടികൾ ഈ കോഴ്സ് ആയിട്ട് ഒരിക്കലും ആ ഫീൽഡിൽ പോയിട്ടില്ല. ഇവരെ എങ്ങനെയാ ഈ കുട്ടികളെ ആ ഫീൽഡിലേക്ക് വിളിച്ചത്? ആദ്യം ഒരു എൻട്രൻസ് എക്സാം എഴുതി, ടോപ്പ് 10 കുട്ടികൾ ഇന്ന കോഴ്സ്, അടുത്ത 10 കുട്ടികൾ ഇന്ന കോഴ്സ്, അങ്ങനെയാ കൊടുത്തത്. അല്ലാതെ ഇൻട്രസ്റ്റ് വൈസ് അല്ല അത് കൊടുത്തിരുന്നത്. വൺസ് ഇൻട്രസ്റ്റ് വൈസ് കൊടുത്തിരുന്ന വെച്ചാൽ ഡെഫിനറ്റ്ലി ആ കോഴ്സ് നല്ല ഹിറ്റ് ആയിരുന്നു അസാപ്പ്. അതാണ് പറയാനുള്ളത്. സോ കുട്ടിയുടെ കോർ ഏരിയ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും കൊടുത്താൽ അത്രയും നന്ദി. സർ താങ്ക് യു സർ. താങ്ക് യു. Any other questions? ബജുബൻ സർ, അങ്ങനെയാണ് നമുക്ക് വൈൻഡ് ഓഫ് ചെയ്താലോ? ഓക്കെ സർ, ഓക്കെ. അപ്പോൾ ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ സ്ഥിതിക്ക് നമുക്കിപ്പോൾ നമ്മുടെ സെഷൻ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിനേശ് സാർ, താങ്ക് യു സോ മച്ച് ഫോർ ഡെഡിക്കേറ്റിംഗ് യുവർ ടൈം ഫോർ us. എന്തായാലും സാറിന്റെ കോൺട്രിബ്യൂഷൻസും സാർ പറഞ്ഞ അഭിപ്രായങ്ങളും സാർ ഷെയർ ചെയ്ത നോളജ് എല്ലാം വളരെ വാല്യുബിൾ ആണ്. വളരെ സന്തോഷം. എന്തായാലും ഇനിയും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് ഇനി ഒരിക്കലും വീണ്ടും ഇതേ ഫോറത്തിലേക്ക് വരാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനൊക്കെ പറ്റട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും കുറെ കൂടി പേര് ഇതിന്റെ ചോദ്യങ്ങളൊക്കെ ആക്കി എല്ലാം ഒന്നും കൂടി ഒന്ന് ആക്റ്റീവ് ആവട്ടെ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ബിന്ദുമോൾ മാഡം, റമീസ് സാറൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ബിന്ദുമോൾ മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? സാറിനോട് നമുക്ക് സാറ് നല്ല തിരക്കുള്ള ആൾ, നമുക്ക് എപ്പോഴും കിട്ടിക്കോളുന്നില്ല. ബിന്ദുമോൾ മാഡം ആൻഡ് റമീസ് സാർ. ആകെ സർ, എനിക്ക് ഇപ്പഴാ ജോയിൻ ചെയ്യാൻ പറ്റിയത്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഔട്ട് ഓഫ് സെഷൻ ആണ്. ഇപ്പഴാ ജസ്റ്റ് വന്ന് ജോയിൻ ചെയ്തത്. ഞാൻ ക്ലാസ് കേട്ടോളാം. ഞാൻ ഇതിലൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം മുതൽ ഞാൻ റെഗുലർ ആയിട്ട് കുറച്ച് ഡിലേ വന്നു, അതാ പറ്റിയത്. മാഡം, എന്തെങ്കിലും സ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാം? സാർ, സ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാഡത്തിന് ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഇതുവരെ ഉള്ളതൊന്നും ഞാൻ കേട്ടില്ല. അപ്പൊ എനിക്കിപ്പോ ജസ്റ്റ് പെട്ടെന്ന് നോക്കുമ്പോ ഒന്നിലേക്ക് ഒന്നും ആവുന്നില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാൻ കറക്റ്റ് ജോയിൻ. ഇപ്പം പെട്ടെന്നല്ല, ഞാൻ പെട്ടെന്നാ ജോയിൻ ചെയ്തത്. കുഴപ്പമില്ല സാർ, നമുക്ക് മനസ്സിലാവും. നോ ഇഷ്യൂസ്. പ്രദീപ് സാറിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? വീണ്ടും ഹാൻഡ് റൈസിന് സാർ ഞാൻ ചോദിച്ചു, അത് എനിക്ക് സാങ്കേതികമായിട്ട് ഇതിനകത്തൊരു പരിചയക്കുറവുണ്ട്. നോ പ്രോബ്ലം. ഗുഡ് ഈവനിങ്, ഞാൻ റമീസ് ഫ്രം കണ്ണൂർ. ഞാനും ലേറ്റായി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗിലായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ടല്ല ഇന്ന് ക്ലാസ് എടുത്തതല്ലേ? ജ്വൽസ് ഞാൻ ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല സാർ ഇന്ന് ക്ലാസ് എടുത്തത്. ഇന്ന് ക്ലാസ് എടുത്തത് സ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ചായിരുന്നു. സ്കിൽ എഡ്യൂക്കേഷൻ. ജ്വല്ലറിയിൽ എന്തോ ആണല്ലോ ആള്, എന്തോ കണ്ട് ജ്വൽ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി എന്ന് പറഞ്ഞ കോളേജിലെ അത് കണ്ടോ? അപ്പൊ ഈ ജെംസ് ആൻഡ് ജ്വല്ലറി അതിന്റെ ഈ കോഴ്സുകൾ ഉണ്ടല്ലോ, അതെ. അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? നല്ല സാധ്യതയാണ്. എന്താ വെച്ചാൽ എല്ലാ ജ്വല്ലേഴ്സും ഇപ്പൊ എക്സ്പാൻഷൻ മോഡിലാണ് പോണത്. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെയിൽസ്മാനും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജെമോളജിസ്റ്റും വേണ്ടത് ഒരു അത്യാവശ്യം ആയതുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് എല്ലാ കോഴ്സസും ആക്സെപ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയിൽ. ഇൻഫാക്ട് നമുക്ക് കൊടുക്കാനുള്ള കോഴ്സസ് ജ്വല്ലറി ഡിസൈനിങ്, ജ്വല്ലറി മാനുഫാക്ചറിങ്, ജെമോളജി, ജ്വല്ലറി മാനേജ്മെന്റ്, ഇത്രയും കോഴ്സസ് നമ്മൾ കൊടുക്കാറുണ്ട്. 1 ഇയർ കോഴ്സസും കൊടുക്കാറുണ്ട്. ഇതിന്റെയൊക്കെ 3 ഇയർ കോഴ്സസും കൊടുക്കാറുണ്ട്. ആഫ്റ്റർ +2 ആണോ? ആഫ്റ്റർ +2 ആണ്.
അതിനെന്തെങ്കിലും സ്കില്ല്, പ്രത്യേകിച്ച് എന്തെങ്കിലും സ്കില്ല് വേണം കുട്ടികൾക്ക്, ആപ്റ്റിറ്റ്യൂഡ്? ഇൻട്രസ്റ്റ് ആണ് വേണ്ടത് ടുവേർഡ്സ് ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്ട്, ഒരു ഇൻട്രസ്റ്റ്. ഇപ്പൊ ഡിസൈനിങ് ആണെങ്കിൽ ഡിസൈനിങ്ങിനോട് ഒരു താല്പര്യം വേണം. ഡയമണ്ട്സും സ്റ്റോൺസും ഒക്കെ ആണെങ്കിൽ റിസർച്ചിങ് സ്കിൽ വേണം. അങ്ങനത്തെ ഒരു പാർട്ടാണ് നോക്കുന്നത്. നിങ്ങളുടെ സ്ഥാപനം എവിടെയാണിത്? മലപ്പുറത്താണ് സർ. മലപ്പുറം ഇൻകൽ എന്ന് പറയും. ഇൻകല്ല. അപ്പൊ 1 ഇയർ കോഴ്സും 3 ഇയേഴ്സ് ഡിപ്ലോമ കോഴ്സാന്നുള്ളത് അല്ലേ? 1 ഇയർ ഡിപ്ലോമയും 3 ഇയേഴ്സ് ഡിഗ്രിയാണ്. ഡിഗ്രിയാണ്. ഓ ശരി, 3 ഇയേഴ്സ് ഡിഗ്രിയാണ്. BSc ഡിഗ്രിയാണോ? BSc അങ്ങനെയാണോ? BBA ഇൻ ജ്വല്ലറി ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ്. അതെ. ഓക്കെ. അപ്പൊ അതിന്റെ പ്ലേസ്മെന്റ് സപ്പോർട്ടിംഗ് ഉണ്ടോ? സ്ഥാപനം ഓ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരാറില്ല. നമ്മുടെ എല്ലാ കുട്ടികളും MT ആയിട്ട് പോവാറുണ്ട്. പ്ലേസ്ഡ് ആണല്ലേ? അത് ശരി. പ്ലസ് ടു സയൻസ് അങ്ങനെ. മാഡം എന്താ ചോദിച്ചേ? ഓക്കെ, പ്ലസ് ടു നമുക്ക് ഏത് സ്ട്രീം വേണം അങ്ങനെ ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. ഏത് സ്ട്രീം കൊടുക്കാം. ഓക്കെ, താങ്ക് യു. Okay, thank you. Najmun sir, I think we can wind off. ഓക്കെ. ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. എനിവേ, ഡോക്ടർ ദിനേശ് സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻസ്. അപ്പോ തുടക്കം തൊട്ടേ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന എനിക്ക് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് സാർ ഇന്ന് വന്നതിൽ. എന്തായാലും ഇന്ന് സാർ പറഞ്ഞ പോലെ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് കുറച്ച് പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറവായിരുന്നു. സാധാരണഗതിയിൽ നമുക്ക് എന്തായാലും ഒരു 30ന്റെ മുകളിലേക്ക് 40ന്റെ അടുത്തേക്കൊക്കെ നമുക്ക് പാർട്ടിസിപ്പൻസ് ഉണ്ടാവാറുള്ളതാണ്. ഇന്നത് കുറഞ്ഞു പോയി. വളരെ സന്തോഷം. എനിവേ, ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സാർ. നമുക്ക് നമ്മുടെ മെമ്പേഴ്സിൽ ആരെങ്കിലും ഒരാളൊന്ന് നമ്മുടെ സാറിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ സുബൈദ മാഡം തന്നെ ആയിക്കോട്ടെ. സുബൈദ മാഡം. ഓക്കെ സർ, ഓക്കെ. പിന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് പറയുമ്പോൾ സാർ ഇന്ന് പൊതുവെ അംഗങ്ങൾ കുറവാണ് എങ്കിലും ഒരുപാട്, കാരണം എനിക്ക് ഈ സത്യത്തിൽ ഈ കോഴ്സിനെ കുറിച്ച് തന്നെ സാർ ഇപ്പം നമുക്ക് ക്ലാസ് എടുത്ത സാറിന്റെ ഈ ക്ലാസ് ഇതുവരെ ഞാൻ സത്യത്തിൽ കേട്ടിട്ടില്ല. ആദ്യമായിട്ടുള്ള ഒരു അറിവാണ്. അതേപോലെ തന്നെ നമുക്ക് ആ സ്കിൽ കൗൺസിലിനുള്ള സെന്റേഴ്സിൻ്റെതും ആദ്യമായിട്ടുള്ള ഒരു അറിവാണ്. എന്തായാലും സാർ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഉപകാരപ്പെട്ടു. കാരണം ഇനിയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. ഇത്തരം ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിൽ നിതിൻ സാറിനും അതിന്റെ സംഘാടകർക്കും നമുക്ക് ക്ലാസ് എടുത്തുന്ന സാറിനും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയേ ഉള്ളൂ. Thank you very much, ma'am. Thank you. Okay, sir. Thank you. See you again. Okay. Thank you. Thank you. Okay, sir. Thank you. See you again.